മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച കല്യാണി പ്രിയദർശൻ നായകയായ ലോക ചാപ്റ്റർ 1 OTT റിലീസിന് എത്തുന്നു. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിലെ ആദ്യത്തെ 300 കോടി സിനിമയായി മാറിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത് 45 ദിവസത്തിനുള്ളിലാണ് ലോക ഈ ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത്. ഒപ്പം ചിത്രത്തിൻ്റെ OTT റിലീസ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വമ്പൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിൻ്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാന്താര ചാപ്റ്റർ 1 റിലീസായി വെറും 11 ദിവസം പിന്നിടുമ്പോൾ ബജറ്റിന് 4 ഇരട്ടി കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നു. ആഗോളതലത്തിൽ 655 കോടി കടന്ന ചിത്രം ലോകവ്യാപകമായി 700 കോടി രൂപയുടെ ഗ്രോസ് കളക്ഷൻ ലക്ഷ്യമാക്കി മുന്നേറുകയാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി ചിത്തു ജോസഫ് ഒരുക്കിയ ചിത്രമായിരുന്നു മിറാഷ്. ഒരു സസ്പെൻസ് ത്രില്ലർ ചിത്രമായിരുന്നു. സെപ്റ്റംബർ 19 തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് മിക്സഡ് റെസ്പോൺസാണ് ലഭിച്ചത്. എന്നാൽ ഒക്ടോബർ 20 മുതൽ സോണി ലൈവിലൂടെ ചിത്രം OTT റിലീസിനെത്തുന്നു. പുറത്തിറങ്ങി 5 ദിവസം കഴിഞ്ഞിട്ടും തിയേറ്ററിൽ ആഘോഷം നിറച്ച ലാലേട്ടൻ്റെ രാവണപ്രഭു. എറണാകുളം, കവിത, കോഴിക്കോട്, അപ്സര തുടങ്ങിയ തിയേറ്ററുകളിൽ 5-ാം ദിവസവും നിറഞ്ഞ സദസ്സിലാണ് ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഡയലോഗിനും പാട്ടുകൾക്കുമൊത്ത് ചുവട് വയ്ക്കുന്ന ആരാധകരുടെ വീഡിയോകൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ചിത്രം 2.6 കോടി കളക്ഷൻ നേടിക്കൊണ്ട് 4-5 കോടി വരെ കളക്ഷൻ നേടാനുള്ള മുന്നോട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. മലയാളികളുടെ പ്രിയ താരങ്ങളായ നവ്യ നായരും സൗബിൻ ഷാഹിറും പ്രധാന വേഷങ്ങളിലെത്തുന്ന പാതിരാത്രി എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. UA സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ചിത്രം ഒക്ടോബർ 17 ആഗോള റിലീസായി എത്തുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അടുത്ത സിനിമയെ പ്രഖ്യാപിച്ചു. ബോളിവുഡിൽ ചുവടുവെച്ചിരിക്കുന്ന ലിജോ ഇപ്പോൾ ഒരു റൊമാൻറ്റിക് കോമഡി പടമാണ് അടുത്തായി ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട്. വളരെ വ്യത്യസ്തതകൾ നിറഞ്ഞ സിനിമകൾ കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ച ലിജോ ഇപ്പോൾ വളരെ വ്യത്യസ്തമായ ജോണറിൽ പുതിയ സിനിമ ചെയ്യാൻ പോകുന്നത്. ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷറഫുദ്ദീൻ, ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ഒക്ടോബർ 16 പ്രദർശനമൊരുക്കുന്നു. ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. ക്ലീൻ യു സർട്ടിഫിക്കറ്റാണ് ചിത്രം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിയായി കുട്ടികളെയും കൊണ്ട് എല്ലാവർക്കും വന്ന് കാണാവുന്നതാണ്. സെൻസർ ബോർഡിൽ നിന്നും മികച്ച റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പ്രദീപ് രംഗനാഥന്റെ പുതിയ ചിത്രമായ ഡ്യൂഡ് ദീപാവലി റിലീസായി ഒക്ടോബർ 17 വേൾഡ് വൈഡ് റിലീസ് എത്തുന്നു. മമിതയുടെ തമിഴിൽ ഇറങ്ങിയ ചിത്രം കൂടിയാണ് ഡ്യൂഡ്. രസകരമായ ഒരു വേഷത്തിൽ ശരത് കുമാറും ചിത്രത്തിലെത്തുന്നു. സംഗീത ലോകത്തെ പുത്തൻ സെൻസേഷനായ സായ് അഭ്യങ്കർ ഈണമിട്ട ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ ഇതിനകം സോഷ്യൽ മീഡിയയിൽ വലിയ സെൻസേഷൻ ആയിട്ടുണ്ട്. ധ്രുവ് വിക്രം നായകനായെത്തുന്ന പുതിയ ചിത്രമാണ് ബൈസൺ. ഇപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിരിക്കുന്നു. മലയാളത്തിൽ നിന്ന് രജിഷ വിജയനൊപ്പം ചിത്രത്തിൽ ലാലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ചിത്രത്തിൽ അനുപമ പരമേശനാണ് നായികയായി എത്തുന്നത്. ദീപാവലി റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത്.